Dear students, our next topic is animal breeding. Animal husbandryയിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ആനിമൽ ബ്രീഡിംഗ്. കൂടുതൽ ഈൽഡ് നൽകുന്നതും ഇംപ്രൂവ്ഡ് ക്വാളിറ്റീസോട് കൂടിയതുമായ എങ്ങുൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് ആനിമൽ ബ്രീഡിങ്ങിൻ്റെ ലക്ഷ്യം. ആനിമൽ ബ്രീഡിംഗ് രണ്ട് രീതിയിൽ നടത്താറുണ്ട്. സെയിം ബ്രീഡിൽപ്പെട്ട മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് മേറ്റ് ചെയ്ത് ഓസ്പ്രിങ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കാം. എന്നാൽ വ്യത്യസ്ത ബ്രീഡുകളിൽപ്പെട്ട മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ആണ് മേറ്റ് ചെയ്ത് എങ്ങുൺസ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഔട്ട്ബ്രീഡിങ്ങും. ഔട്ട്ബ്രീഡിംഗ് മൂന്ന് രീതിയിലുണ്ട്: ഔട്ട്ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇൻബ്രീഡിങ്ങിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. 2 ജനറേഷനുകളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 4 മുതൽ 6 ജനറേഷൻ വരെയുള്ള സെയിം ബ്രീഡിൽപ്പെട്ട ക്ലോസ്ലി റിലേറ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് മേറ്റ് ചെയ്ത് എങ്ങുൺസ് ഉണ്ടാകുന്നതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇൻബ്രീഡിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി and used to produce pure lines. സുപ്പീരിയർ ജീൻസ് അക്യുമുലേറ്റ് ചെയ്യാനും ഹാംഫുൾ ജീൻസ് എക്സ്പോസ് ചെയ്യാനും ഇൻബ്രീഡിങ്ങിലൂടെ സാധിക്കുന്നു. 2 പേരൻസിൽ നിന്നുമായി ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ സെയിം അലീൽസ് ആണ് ഒരു ഇൻഡിവിജ്വലിൽ കാണുന്നതെങ്കിൽ അത് ഹോമോസൈഗസ്. 2 പേരൻസിൽ നിന്നുമായി ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ വ്യത്യസ്ത ഫോംസ് ആണുള്ളതെങ്കിൽ അത് ഹെറ്ററോസൈഗസ്. ഐഡൻറ്റിക്കൽ ഹോമോസൈഗോട്സിൻ്റെ പോപ്പുലേഷനാണ് പ്യുർ ലൈൻ. ഇവിടെ ക്യാപിറ്റൽ എ എന്നത് ഹോമോസൈഗസ്, അതുപോലെ സ്മോൾ എ എന്നതും ഹോമോസൈഗസ് തന്നെ. ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ സെയിം അലീൽസ് ക്യാപിറ്റൽ എ സ്മോൾ എ ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ 2 വ്യത്യസ്ത അലീൽസ്. ഇത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ചിത്രത്തിൽ ക്യാപിറ്റൽ എ ഡോമിനൻ്റ് അലീലും സ്മോൾ എ റിസസീവ് ഡെലിറ്റീരിയസ് അലീലുമാണ്. ഡെലിറ്റീരിയസ് അലീൽ ഹാംഫുള്ളും ലെസ് ഫിറ്റുമാണ്. ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽസ് ഉള്ളവയും ഹെറ്ററോസൈഗസ് ആയിട്ടുള്ളവയും ഫിസിക്കലി ഫിറ്റായിരിക്കും, അവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കും. റിസസീവ് ഡെലിറ്റീരിയസ് അലീൽ മാത്രമുള്ളവ ഫിസിക്കലി ഫിറ്റായിരിക്കുകയില്ല. ഇങ്ങനെ ഇൻബ്രീഡിങ്ങിലൂടെ ഹാംഫുൾ ആയിട്ടുള്ള റിസസീവ് ജീൻസിനെ എലിമിനേറ്റ് ചെയ്യാനാകും. കണ്ടിന്യൂസ് ഇൻബ്രീഡിങ്ങിലൂടെ ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അൺറിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മീറ്റിങ്ങിലൂടെ എങ്ങുൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഔട്ട്ബ്രീഡിംഗ്. ഔട്ട്ബ്രീഡിങ്ങിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഔട്ട്ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ്, ഔട്ട്ക്രോസിംഗ്. ഔട്ട്ക്രോസിംഗിൽ സെയിം ബ്രീഡിൽപ്പെട്ട മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസിനെയാണ് മേറ്റിങ്ങിനായി സെലക്ട് ചെയ്യുന്നത്. എന്നാൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ആൻസിസ്ട്രൽ ഹിസ്റ്ററി പരിശോധിച്ചാൽ 4 മുതൽ 6 ജനറേഷൻ വരെ കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഓർഗാനിസത്തിൻ്റെ ആൻസിസ്ട്രൽ ഹിസ്റ്ററിയെയാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രോസ് ബ്രീഡിംഗ്. 2 വ്യത്യസ്ത ബ്രീഡുകളിൽപ്പെട്ട സുപ്പീരിയർ മെയിലിനെയും സുപ്പീരിയർ ഫീമെയിലിനെയും മേറ്റ് ചെയ്യിക്കുന്നു. എക്സാമ്പിൾ ഹിസാർഡെയിൽ. ഇറ്റ് ഈസ് എ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ് ബൈ മേറ്റിംഗ് ബിക്കാനേറി ഏവ്സ് ആൻഡ് മാരിനോ റാംസ്. നെക്സ്റ്റ്, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. റിലേറ്റഡ് ആയിട്ടുള്ള 2 വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസിനെ മേറ്റ് ചെയ്യിക്കുന്നു. എക്സാമ്പിൾ മ്യൂൾ. മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോഴ്സുമാണ് പേരൻസ്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി MOET. ഹെർഡ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. സുപ്പീരിയർ ക്വാളിറ്റീസോട് കൂടിയ ഒരു ഫീമെയിൽ ഇൻഡിവിജ്വലിൽ നിന്നും വളരെ പെട്ടെന്ന്
കൂടുതൽ യങ്വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി സുപ്പീരിയർ ഫീമെയിലിനെ സൂപ്പർ ഓവുലേഷന് വിധേയമാക്കുന്നു. ഒരേ സമയം ഒന്നിൽ കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അഥവാ FSH ഉപയോഗിക്കുന്നു. ഈ സുപ്പീരിയർ ഫീമെയിലിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വിധേയമാക്കുകയോ ഒരു സുപ്പീരിയർ മെയിലിനെ ഉപയോഗിച്ചുകൊണ്ട് മേറ്റ് ചെയ്യിക്കുകയോ ചെയ്യുന്നു. 8 to 32 സെൽ സ്റ്റേജിൽ ഈ എംബ്രിയോസ് സുപ്പീരിയർ ഫീമെയിലിൽ നിന്നും നോൺ സർജിക്കലായി റിക്കവർ ചെയ്യുന്നു. ഈ എംബ്രിയോസ് സറോഗേറ്റ് മദേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജനറ്റിക് മദറിനെ വീണ്ടും സൂപ്പർ ഓവുലേഷന് വിധേയമാക്കാനും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ പെട്ടെന്ന് തന്നെ യങ്വൺസിനെ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യാനാകും. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയുടെ സ്റ്റെപ്സ് ഒന്നുകൂടി വായിച്ചോളൂ.